ഉണ്ടാപർണ ഗാസ മാത്രമല്ല അമേരിക്കയിൽ ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായ JD വാൻസ് അടക്കമുള്ളവരുള്ള ഒരു ഗവൺമെന്റ് കുടിയേറ്റക്കാരെ വളരെ മനുഷ്യത്വരഹിതമായി തിരിച്ചയക്കുമ്പോൾ അദ്ദേഹത്തെ ഏതൊരു അധികാരത്തിന്റെ ആക്കത്തിൽ ചെയ്യുന്ന ഏതൊരു മോശം കാര്യവും ഏറ്റവും മോശമായി അവസാനിക്കുമെന്ന് പറയാൻ മടി കാണിക്കാത്ത ആളാണ് മാർപ്പാപ്പ. അതായത് ഒരുപക്ഷെ മുൻപ് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആഗോള പ്രശ്നങ്ങളിൽ എല്ലാം മനുഷ്യനായി സ്നേഹത്തിന്റെ കണ്ണിലൂടെ വേണം കാണാനെന്ന് ഉറക്കെ പറയുകയും അധികാരഘടനയിൽ ഒന്നാമത് നിൽക്കുന്ന അമേരിക്കയെ വരെ വിമർശിക്കാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് പാപ്പ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം എന്തൊരു ധീരനായിരുന്നു എന്നുകൂടി ഈ സമയത്ത് ഓർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ശ്രീജ, ആരായിരിക്കും പാപ്പയുടെ പിൻഗാമി എന്നുള്ളത് സംബന്ധിച്ചും ലോകം ഉറ്റുനോക്കുകയും ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. ഈ നിമിഷത്തിൽ നമുക്ക് പുറത്തു വരുന്ന നമ്മൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ കൂടിയാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ നടന്നിരുന്നതുപോലെയുള്ള, അതായത് മാർപ്പാപ്പയുടെ ഭൗതികദേഹം സൈപ്രസിൻ്റെയും ഓക്കിൻ്റെയും അടക്കമുള്ള 3 കോഫിൻസിൽ വെക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ഇത്തവണ അതുണ്ടാവുകയില്ല. പകരം ഒരു വുഡൻ്റെ കോഫിനിലായിരിക്കും ഇത് വെക്കുക എന്ന് അറിയുന്നു. അദ്ദേഹത്തിൻ്റെ ഫോർമൽ ഡിക്ലറേഷൻ ഓഫ് ഡെത്തിലടക്കം അദ്ദേഹം പുറത്തുവിട്ട മരണപത്രത്തിലടക്കം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. റെഡ് ഒരു ലിറ്റർജിക്കൽ ഡ്രസ്സിനകത്തായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ബിഷപ്പുമാരുടെ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രധാരണം ഉണ്ടാകും. ഒരു വൂളൻ സ്റ്റോളും ഒരു സ്കാർഫുമായിരിക്കും അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇനി സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന ചർച്ചകൾ ആരായിരിക്കും ഏറ്റവും പുതിയ മാർപ്പാപ്പ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കർദിനാൾ പീറ്റർ എർദോ, പിയട്രോ പാരോളിൻ, കർദിനാൾ മാത്യു സുപ്പി, കർദിനാൾ റൈമണ്ട് ലിയോ ബെർക്ക്, ഈ 4 പേരുടെ പേരുകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പാപ്പൽ കോൺക്ലേവ് നടക്കുമ്പോൾ അതിൽ 138 കർദിനാൾമാർ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കും. ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു മാർപ്പാപ്പ ഉണ്ടാകുമോ ഇത് അടുത്ത പിൻഗാമിയായിട്ട് എന്നുള്ളത് കാര്യമാണ്. പീറ്റർ എർക്സൺ 76 വയസ്സുള്ള ഘാനയിൽ നിന്നുള്ള പീറ്റർ ടർസൺ ആയാൽ അദ്ദേഹം നൂറ്റാണ്ടുകളിലെ ആദ്യത്തെ ഫസ്റ്റ് ബ്ലാക്ക് പോപ്പായിരിക്കും. അദ്ദേഹം ആഗോള താപനമടക്കമുള്ള വിഷയങ്ങളിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ള വിഷയങ്ങളിൽ, സാമ്പത്തിക തുല്യത ഉറപ്പുവരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒപ്പം പോപ്പ് ഫ്രാൻസിസിന്റെ പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ട്രാൻസ് സമൂഹത്തിന് വേണ്ടി അവകാശ പോരാട്ടങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് പ്രകടമാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പല നിയമങ്ങളും ക്കെതിരെയും ജനജീവിതം ദുസ്സഹമാക്കുന്ന കടുത്ത നിയമങ്ങൾക്കെതിരെയൊക്കെ വലിയ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളൊക്കെ കൂടിയാണ്. മനുഷ്യാവകാശങ്ങളിൽ അഴിമതി നടക്കുന്നു, അതാണ് അദ്ദേഹം നടത്തിയ വലിയൊരു സ്പീച്ചിലൊക്കെ ഉള്ളത്. അപ്പോൾ ടർസൺ ആകുമോ ഇനിയുള്ള പോപ്പ് ഫ്രാൻസിന്റെ പിൻഗാമി എന്ന് ഉറ്റുനോക്കാണ്. ഘാനയിൽ നിന്നുള്ള പീറ്റർ ടർസൺ, ആ പേരുകൾ അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷേ ഇറ്റലിയിൽ തന്നെയുള്ള പിയട്രോ പാരോലിൻ 70 വയസ്സുള്ള അദ്ദേഹമാണ് സ്വാഭാവികമായിട്ടും പോപ്പ് ഫ്രാൻസിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നു. അദ്ദേഹം 2013 തൊട്ട് വത്തിക്കാൻ്റെ സെക്രട്ടറി കൂടിയാണ്. വത്തിക്കാൻ്റെ എല്ലാ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ചൈനയുമായിട്ടും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ഭരണകൂടങ്ങളുമായി കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് പോപ്പ് ഫ്രാൻസിസുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ള ഭരണകൂടങ്ങൾ, മിഡിൽ ഈസ്റ്റ് ഭരണങ്ങൾ, ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട നിലപാടെടുക്കുകയും ഇടപെടൽ നടത്തുകയും
ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് പിയട്രോ പാരലിൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് കേൾക്കുന്നത്. ഈ ബിഷപ്പുമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഭരണകൂടമായിട്ട് ഉണ്ടായ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റൊക്കെ അതിൻ്റെ പിറകിലൊക്കെ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് പിയട്രോ പാരലിൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പോപ്പ് ഫ്രാൻസിസ് ഇതുവരെ കൊണ്ടു നടന്ന നയങ്ങൾ തുടരുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടൊരു കണ്ടിന്യൂറ്റി കാൻഡിഡേറ്റ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്, അദ്ദേഹം ആകാനുള്ളൊരു സാധ്യത. മൂന്നാമത് പറയുന്നത് ടാഗിൾ, ലൂയിസ് ആന്റോണിയോ ടാഗിൾ. അദ്ദേഹം ഫിലിപ്പീൻസിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹമാണ് ആകുന്നതെങ്കിൽ അത് ആദ്യത്തെ ഏഷ്യൻ മാർപ്പാപ്പയായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം കാത്തലിക് പോപ്പുലേഷൻ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു മാർപ്പാപ്പ ആകുമോ ഇനി ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട പേരുകളുണ്ട് അദ്ദേഹത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂയിസ് ആന്റോണിയോ ടിഗാളോയും അദ്ദേഹം വളരെ ധൈര്യ സമേതം ചില നിലപാടുകൾ എടുത്ത ഒരാൾ കൂടിയാണ്. അത് സ്വവർഗ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒപ്പം സഭ വിവാഹമോചിതരോട് കാണിക്കുന്ന നിലപാടുകൾ വളരെ കടുപ്പമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതേസമയം ഫിലിപ്പീൻസിൽ അബോർഷൻ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പ്രൊട്ടസ്റ്റിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയ ഒരു വിമർശനം കൂടി ഇദ്ദേഹത്തിന് പുറത്തുണ്ട്. അങ്ങനെ 3 പേരുടെ പേര്. ഒപ്പം ഹംഗറിയിൽ നിന്നുള്ള പീറ്റർ എഡ്രോ, 72കാരനായിട്ടുള്ള പീറ്റർ എഡ്രോ, അദ്ദേഹം വളരെ പരമ്പരാഗതമായിട്ടുള്ള കത്തോലിക്ക വിശ്വാസങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹമാണ് ആകുന്നതെങ്കിൽ അത് പോപ്പ് ഫ്രാൻസിസ് ഇതുവരെ തുടർന്നു വന്ന നിലപാടുകളിൽ നിന്ന് വലിയൊരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ശരി അപർണ, എന്തായാലും ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. ആരായിരിക്കും പുതിയ മാർപ്പാപ്പ എന്നതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിസങ്കീർണമായ, അങ്ങനെ തന്നെ വേണം പറയാൻ, അതിസങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെയാണ് സഭ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. അത് വളരെ കൗതുകകരവുമാണ്. ആ സങ്കീർണമായ പ്രക്രിയയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകും എന്നാണ് വിവരങ്ങൾ. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന്റെ തീയതിയും സമയവും പക്ഷേ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. മരണശേഷം മൃതദേഹം പൊതുവെ 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് സംസ്കരിക്കാറുള്ളത്. പോപ്പ് ഫ്രാൻസിസ് തന്റെ മൃതദേഹം ഒരുപാട് വെച്ചുകൊണ്ടിരിക്കരുത് എന്നാവശ്യപ്പെട്ടതായും ഇന്നലെ വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ മാർ റാഫേൽ തട്ടിലൊക്കെ ആ തരത്തിൽ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ 91 വയസ്സുള്ള കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീനായ ഇറ്റാലിയൻ ബിഷപ്പ് ജിയോവന്നി ബാറ്റിസ്റ്റ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക.